നമസ്കാരം സുഹൃത്തുക്കളെ, ഞാനിന്ന് തിരുവല്ല പെരുന്തുരുത്തി 4 കോടി പെരുന്തുരുത്തി തെങ്ങണ ബൈപ്പാസിൽ 4 കോടി റെയിൽവേ ഗേറ്റിന് സമീപമാണ് എൻ്റെ കൂടെ ഇപ്പോൾ ഇവിടെ ഈ റെയിൽവേ ഗേറ്റിന് ഇപ്പുറത്ത് കൊട്ട, മുറം അങ്ങനെ മറ്റുള്ള സാധനങ്ങൾ നമ്മൾ വീട്ടാവശ്യത്തിന് വേണ്ടിയുള്ള അടുക്കളയിൽ ഉപയോഗിക്കുന്ന സാധനങ്ങൾ വിൽക്കുന്ന ഒരു ചേച്ചി ഒരു കട നടത്തുന്നുണ്ട്. ചേച്ചിയുടെ പേര് അമ്മിണി എന്നാണ്, അമ്മിണി ബേബി എന്നാണ്. നമുക്ക് ചേച്ചിയെ ഒന്ന് പരിചയപ്പെടാം. ചേച്ചി നമസ്കാരം. നമസ്കാരം. ചേച്ചി എന്തൊക്കെയാണ് ഇവിടെ കച്ചവടം ചെയ്യുന്നത്? ഞാനിവിടെ 40 വർഷമായിട്ട് തന്നെ ഇതൊക്കെ തന്നെയാണ് എൻ്റെ തൊഴിൽ. കൊട്ട, മുറം, പായ, ചൂല്, പിന്നെ കൂട, അങ്ങനെയുള്ള ഐറ്റം എല്ലാം ഉണ്ടായിരുന്നു. ഈയിടെയായിട്ട് ഇച്ചിരി മഴയൊക്കെ കാരണം ഒരു സ്വല്പം കുറവാണെന്നുള്ളതേ ഉള്ളൂ. ഇതിനേക്കാളൊക്കെ സാധനങ്ങൾ കൂടുതലുണ്ടായിരുന്നു. ഇവിടെ കച്ചവടം ഉണ്ട്. പഴയതുപോലുള്ള കച്ചവടങ്ങൾ ഇപ്പോഴില്ല. ഇതിന് അങ്ങനെ വരികയിൽ യാദൃശ്യമായിട്ടൊക്കെ വിൽക്കും. അതുപോലെ തന്നെ പേട്ട സ്ഥലങ്ങളിലൊക്കെ പോകും. പെരുന്നാൾ സ്ഥലം, അമ്പലങ്ങളില് ഉത്സവങ്ങളിലൊക്കെ പോകാറുണ്ട്. ഉത്സവങ്ങൾ തെള്ളിയൂർക്കാവ്, ഇവിടെ പിന്നെ സ്ഥലപ്പേര് മറന്നുപോയല്ലോ, പാക്കില് മണർകാട്, പിന്നൊരു സ്ഥലമുണ്ട് പള്ളിപ്പുറം പള്ളി ഒക്കെ പോകുമായിരുന്നു. ഇപ്പൊ 2-3 വർഷമായിട്ട് പോകുന്നില്ല. ശാരീരികമായി നല്ല സുഖമില്ലാത്തതുകൊണ്ട് അങ്ങോട്ട് അത്രയും ദൂരമൊന്നും ഇപ്പൊ പോകുന്നില്ലെന്നുള്ളതേ ഉള്ളൂ. എങ്കിലും ഇതുകൊണ്ടൊക്കെ തന്നെ ഇങ്ങനെ യാദൃശ്യമായിട്ടൊക്കെ കഴിഞ്ഞു കൂടുന്നു. ചേച്ചി നേരത്തെ ഇത് നെയ്യുന്നില്ല. ഞാൻ ഇവിടെ നെയ്ത്തുകാരൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പോഴാരും അങ്ങനെ നെയ്യാൻ ആളില്ല ഇവിടെ. ഈ നെയ്യുന്ന സാധനം ഈറ കിട്ടാനില്ല. അതുപോലെ തന്നെ തഴപ്പായ്ക്ക് തഴ കിട്ടാനില്ല. അങ്ങനെയുള്ള കാലങ്ങളൊക്കെ കഴിഞ്ഞു പോയി. പഴയ കാലങ്ങളല്ല, ഇപ്പോഴെല്ലാം പുതിയ കാലങ്ങളിലേക്ക് വന്നപ്പം എല്ലാം ഇതൊക്കെ അങ്ങ് മൺമറയുന്ന ഒരു പ്ലാസ്റ്റിക് അതിൻ്റെ സർവ്വ സാധനങ്ങളുണ്ട്. പുൽപ്പായുണ്ട്, മുറമുണ്ട്, കൊട്ടയുണ്ട്. ഇതെല്ലാം പ്ലാസ്റ്റിക് ഐറ്റങ്ങളാണ് ഇപ്പം എല്ലാവരും വാങ്ങുന്നത്. പക്ഷെ അത് കൊള്ളുകയില്ല എങ്കിൽ പോലും എല്ലാവർക്കും ഒരു സമ്മതം കാണാൻ. ഇത് നമ്മുടെ നാടൻ സാധനമല്ലേ, ഇത് നമ്മുടെ നാടൻ സാധനം. ഇത് ഉപയോഗിച്ചാൽ ഒരു കുഴപ്പവും ഇല്ല. കാരണം ഈ കൊട്ടയൊക്കെ ആണെങ്കിൽ അരി വാലയ്ക്ക് വെക്കോ, ചോറ് കോരുവോ, കഴുകി വാരി വെള്ളം പോകാൻ എന്ത് സാധനം വേണം ഇതിനകത്ത് കഴുകി വാരാൻ വയ്ക്കാം. അത് നനഞ്ഞു കഴിഞ്ഞാലൊന്ന് തോർത്തി വെക്കണം എന്നുള്ളതേ ഉള്ളൂ, കേട് വരാറില്ല. അതുപോലെ തന്നെ തഴപ്പായാണെന്ന് വരികയിലും മുമ്പൊക്കെ ഇപ്പോഴും മെത്ത കിടക്കുന്നതിന് നടുവേദന, പെടലി വേദനയൊക്കെ ഉണ്ട്. തഴപ്പാന്ന് പുറത്തിട്ട് ഒരു ഷീറ്റും വിരിച്ച് കിടക്കാമെങ്കിൽ ഏറ്റവും നല്ലത്, വാദത്തിന് നല്ലത് ഈ തഴപ്പായ. അത് നമ്മൾ വിരിച്ചൊരു ഷീറ്റൊക്കെ വിരിച്ച് കിടക്കാമെന്ന് വരിക വളരെ നല്ല ഉറക്കവും ശരീരത്തിന് സുഖമുള്ള ഒരു സാധനമായി തഴപ്പ. അപ്പൊ തഴപ്പായ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു പുച്ഛം പോലെ തോന്നാറുണ്ട്. പക്ഷെ അത് ഒരു ഔഷധമാണ്. ഡോക്ടർമാരാണല്ലോ ഇപ്പൊ പറയും തഴപ്പ മേടിച്ചിട്ട് ഷീറ്റും വിരിച്ച് കിടക്കാൻ പറയും പലകക്കെട്ടിലേല്. അങ്ങനെയുള്ള ഒരു സാധനമായി ഈ തഴപ്പ നല്ല സാധനമാണ്. അങ്ങനെയുള്ള കാലങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പൊ തഴപ്പായി തന്നെ കിടന്ന കാലങ്ങളുണ്ട്. അതൊക്കെ പോയി, വർഷങ്ങളൊക്കെ പോയതിനു ശേഷം ഇപ്പം പിന്നെ ഇച്ചിരിയൊക്കെ ഉണ്ട്. അങ്ങനെ നേരത്തെ ഞാൻ കച്ചവടം ഇച്ചിരി ഒരു 10 തഴപ്പായും അതിനടുത്ത് മുറോ ഇച്ചിരി കൊട്ടയും 3 ഐറ്റം കാണും. നല്ലതായിരുന്നു. ഞാൻ ബസ്സിലൊക്കെ പോയി അങ്ങനെ ദൂരെയൊക്കെ പോയി തലച്ചോടെ വീടുകൾ വിൽക്കുമായിരുന്നു. അങ്ങനെ അത് മിക്കവാറും ഇവിടങ്ങളിൽ ഞാൻ അങ്ങോട്ട് പോയാൽ തിരുവല്ല ചന്തയിലൊക്കെ കുറെ നാള് കച്ചവടം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം ചന്തയൊന്നുമില്ല. തിരുവല്ലായി പോയിട്ടുണ്ട്, എടത്തുവ ചന്തയിൽ പോയിട്ടുണ്ട്, നെടുങ്കുന്ന്, അങ്ങനെയുള്ള മാർക്കറ്റിലൊക്കെ പോയി കച്ചവടം ചെയ്തിട്ടുണ്ട്. പിന്നെ മാർക്കറ്റൊന്നും ഇപ്പോഴില്ല, കച്ചവടങ്ങളില്ല ഇതിൻ്റെയൊന്നും. അങ്ങോട്ട് അങ്ങനെ പോയെന്നാണ് ഞാൻ എടത്തുവ ചന്തയിൽ പോയാൽ മാർക്കറ്റ് വിറ്റതിന് ശേഷമുള്ളത് ഞാൻ തലയിൽ എടുത്ത് വെച്ച് അവിടെ ആറ്ററമ്പ ഒരുപാട് വീടുകളുണ്ട്. അവിടെ ഒക്കെ നടന്ന് വിറ്റ് പെറുക്കി ഒരു 4-4:30 ആകുമ്പോഴേ ഈ സ്ഥലത്ത് എത്തത്തുള്ളൂ. അങ്ങനെയൊക്കെ കച്ചവടമുള്ള കാലമായിരുന്നു അതൊക്കെ. അങ്ങനെ ഞാൻ എടുത്തോ പാണ്ണങ്കേരി, ചങ്ങങ്കേരി അങ്ങോട്ട് അങ്ങനെ പോകുമായിരുന്നു. ഇവിടെ ഉടനെ മുട്ടാറ്, കിടങ്ങറ, പൂവം അങ്ങനെയൊക്കെ പോകാറുണ്ട്. അങ്ങനെയൊക്കെ പോയ കാലങ്ങളുണ്ട്, വിറ്റ സമയങ്ങളുണ്ട്. ഇപ്പൊ അതൊക്കെ മാറി ഇരിക്കുന്നു. ചേച്ചി ഇവിടെ ഉള്ള സാധനങ്ങൾ ഇപ്പം വേറെ എന്തൊക്കെ ഉള്ളത്? വേറെ ഇതൊക്കെ ഉള്ളു. കൊട്ടയുണ്ട്, വലിയ കൊട്ടയുണ്ടോ? ഇല്ല, വലിയ കൊട്ടയുണ്ടായിരുന്നു. അത് തീർന്നു. ചൂരക്കൊട്ട വലിയ കൊട്ടയുണ്ടായിരുന്നു. അതിന് ഞാൻ സുഖമില്ല വന്നേ പിന്നെ എടുത്തില്ല. ഇനി എടുക്കണം, മഴയൊക്കെ ഒന്ന് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഹോസ്പിറ്റലായിരുന്നു? ആയിരുന്നു. സാഹിബിൻ്റെ അവിടെ കിടന്നു. പിന്നെ മെഡിക്കൽ കോളേജിൽ പോയി. ജനുവരി ഫെബ്രുവരി തൊട്ട് സുഖമില്ലൊക്കെ ഇരിക്കുകയായിരുന്നു. കുറച്ച് നാളായി ഇത് തുറന്നിട്ട്. ഞാനിപ്പോ തുറന്നു പതുക്കെ തുടങ്ങുവാ. ചേച്ചിയെ കൊണ്ട് ജീവിക്കുന്ന ആൾക്കാരാ? വേറെ ആരാ? മക്കളെ എനിക്ക് ഒരു മോളും മോനുമായിരുന്നു. മോള് മരിച്ചുപോയി. 4 കുഞ്ഞുങ്ങളുണ്ട്. പിന്നെ മോനുണ്ട് കൂടെ. അവന് ഈ കോൺട്രാക്ടറുടെ കൂടെയുള്ള പണിയാണ്. അതുകൊണ്ടൊക്കെ ഇങ്ങനെയൊക്കെ കഴിഞ്ഞു കൂടുന്നു. നമുക്ക് താമസിക്കാനൊരു സ്ഥല സൗകര്യമില്ല. അവർ വാടകയ്ക്കാണ് അപ്പനും മക്കളും താമസിക്കുന്നത്. അങ്ങനെയൊക്കെ ഒരു ശകല പ്രയാസങ്ങളൊക്കെ ഉണ്ട്. കഴിയുന്നു. സുഖമില്ല. ശരി.
അപ്പോൾ ശരി പ്രേക്ഷകരെ, നമ്മുടെ 4 കോടി റെയിൽവേ ഗേറ്റിന് സമീപമാണ് ചേച്ചി കച്ചവടം നടത്തുന്നത്. ഇതിലെ പോകുന്നവരെ സാഹചര്യമുള്ളവർ വണ്ടി നിർത്തി നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ഇവിടെ കയറി സാധനങ്ങൾ ഈ കൊട്ടയും മുറവും തവിയും പായയും എല്ലാം വാങ്ങാൻ പറ്റും. ചേച്ചിയുടെ നമ്പർ ഞാനിതിൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ വിളിച്ചിട്ട് വേണേൽ വാങ്ങാം. ശരി എന്നല്ല, ഓക്കെ ചേച്ചി, ഇത്ര നേരം വിവരങ്ങൾ പങ്കുവയ്ക്കാൻ വളരെ നന്ദി. ഓക്കെ, താങ്ക് യു.